BJP നേതാക്കന്മാർ വീട്ടിലെത്തി സന്ദർശനം നടത്തി. മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പം വളരെ അടുപ്പമുള്ള ആളുകളാണോ ഈ വന്നത്, അതോ മറ്റേതെങ്കിലും? ചോദ്യം മനസ്സിലായി. ആക്ച്വലി അവർ എന്നെ കാണാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയിലല്ല. ഇവിടെ കൊറണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ അനുകൂലിച്ച് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരും ഞങ്ങളുടെ പാർട്ടിക്കാരുമായിട്ടുള്ള ഒരു വോട്ട് അവരെ ഇടാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അന്നം പറഞ്ഞിട്ടുണ്ട്, സഹ പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചെയ്യും എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളും പറഞ്ഞ കേൾക്കത്തില്ല എന്നുള്ള മട്ടിൽ തർക്കവും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗ്യാങ് കൊട്ടേഷൻ സംഘം പോലെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി മാട്ടുപ്പെട്ടി താമസിപ്പിച്ച് രാവിലെ അവരുടെ വീട് കയറി തല്ലി. അപ്പോൾ ഒരു കുട്ടിയുടെ മതേശ്വരി എന്ന് പറയുന്ന കുട്ടിയുടെ എല്ല് പൊട്ടി. നേരത്തെ 4ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് പൊട്ടിയിരുന്നതാണ്. വീണ്ടും ഈ അടി നടന്നതിൻ്റെ കൂട്ടത്തിൽ അവർക്കിട്ടും അടിച്ചു, കൈയൊടിഞ്ഞു. അങ്ങനെയാണ് സംഭവം നടന്നു പോയത്. അത് ഏപ്രിൽ 18. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, സാധാരണഗതിയിൽ ഉണ്ട്. അന്നേരം ഇവർ പോലീസ് കേസൊന്നും എടുത്തതായി കാണുന്നില്ലെന്ന്. പിന്നെ ഇവർ DGP, മുഖ്യമന്ത്രി, പിന്നെ കമ്മീഷൻ അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുത്തതിൻ്റെ ബേസിലാണ് DVSP അട്രാസിറ്റി കേസ് എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ DVSP അന്ന് 28-ാം തീയതി അങ്ങാരുടെ ആഫീസിൽ ചെന്ന് കണ്ടു. അത് DVSP പറഞ്ഞത് അവർ തമിഴ്നാട്ടുകാരെല്ലാം തമ്മിൽ അടിച്ച് തീർത്തോളും എന്നുള്ള മട്ടിലാണ് സ്റ്റാൻഡ്. FIR കോപ്പി കൊടുത്തില്ല. അങ്ങനെയെല്ലാം പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതിപ്പം അതിൽ കേസിൽ തല്ലാൻ വന്ന ആളുകളെ പിടിച്ചു കൊടുത്തതിനെ തടങ്കലിൽ വെച്ചിരുന്നു എന്ന് ഈ പിടിക്കാൻ പോയ ആളുകളുടെ പേരിൽ കേസ്. തള്ളാൻ വന്ന ആളുകളെ, അതായത് ഒരു 100-120 കിലോമീറ്ററിന് അകലെ നിന്ന് തല്ലാൻ വന്നവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയത് 28-ന് അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ഇടപെട്ടത്. ഈ 10-60 ആളുകളും 3 യൂണിയനിലുമുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ അടുത്ത് താമസിക്കുന്നു ഒരു രമേശ്, BJPയുടെ ആൾ. അപ്പോൾ അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ഇടപെടുകയും എന്തൊക്കെയോ ചെയ്തിരുന്നു പോലും. അപ്പോൾ ഇന്നലെ അതിനു വേണ്ടി അവർ വന്നതാണ്. വന്നിട്ട് ഈ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിവരമെല്ലാം എനിക്കറിയാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇടപെട്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷനിലൊക്കെ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ എന്നെ കാണാൻ വന്നത്. ആ വിവരം കൂടി അതിനകത്ത് ഒരു വനിതാ കമ്മീഷൻ്റെ മുൻ അംഗമുണ്ടായിരുന്നു, പിന്നെ ഒരു വക്കീലുണ്ടായിരുന്നു, പിന്നെ ഒരു ഹരി, പിന്നെ ഇവിടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അജി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഒരു ജയപാൽ, അവരുടെ എന്തോ ഒരു നേതാവാണ്, രമേശ്, അങ്ങനെ ഉള്ള ആളുകൾ, പിന്നെ ഇവിടുത്തെ ലോക്കൽ BJPയുടെ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആണ് അധികവും ഈ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് അടി നടന്നിട്ടുണ്ട്. നമ്മളെ അനുകൂലിച്ച് നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ അടിച്ചങ്ങ് ഒതുക്കി നിർത്തുക എന്നുള്ള ഉദ്ദേശമായിരിക്കും ആളുകൾ തന്നെ. CPMൻ്റെ ലോക്കൽ സെക്രട്ടറി മകേഷ് ഞാനതൊരാ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ വീട്ടിലാണല്ലോ വന്നവർ വന്ന് താമസിച്ചത്. അത് ഞാൻ DVSPയോട് ചോദിച്ചു. DVSP അങ്ങനെ ഇവിടെ നിയമനായത് സർക്കാർ ഉത്തരവിലല്ലേ? ഉസിലംപെട്ടിയിൽ നിന്ന് ഇവിടെ വന്ന് ഒരാൾ കൃത്യം 15 വീട് അല്ലെ 12 വീട് ലൈൻസിലിരിക്കുമ്പോൾ ഇന്നയാളുടെ മണികണ്ഠൻ്റെ വീട് ഇതാണെന്ന് കറക്റ്റ് അറിഞ്ഞ് എങ്ങനെ രാവിലെ തള്ളുന്നേ? അതിനെന്ത് കേസെടുത്തു? എങ്ങനെ അന്വേഷിച്ചു? ആര് കൊണ്ടുവന്നു? എവിടെ നിന്ന് അവർ വന്നു? DVSP ഇനി അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. രാജേന്ദ്രനുമായി അടുത്ത് നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ 3 സ്ഥലത്ത് നടന്നിട്ടുണ്ട്. ഉപദ്രവിക്കരുത് എന്ന് ഞാൻ പലഘട്ടം ചാനലിലൂടെ ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ ഉപദ്രവങ്ങളെന്ന് പറയുന്നത്. എൻ്റെ ഭാര്യയുടെ പേരിൽ കേസെടുത്തു, ഞാൻ പേലവൾ കോടതിയിൽ നിൽക്കുകയാണ്, എൻ്റെ പേരിലുണ്ട്. അത് പോട്ടെ, എൻ്റെ പേരിൽ പിന്നെ നമ്മൾ ജയിലിൽ കിടന്ന ആളായതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇപ്പം തല്ലാൻ വന്ന ആളെ പിടിച്ചു കൊടുത്തത് കൊണ്ട് അവരുടെ പേരിൽ ഞാൻ പേലവൾ 8 പേര് വീട്ടിൽ കയറാൻ മേല, അവരെ ഒതുക്കിയിട്ടേ ഉള്ളൂ എന്നാണ് DVSP പറയുന്നത്. ചെയ്യേണ്ട ജോലി ചെയ്യാത്ത ആൾ പറയുകയാണ് ഞാൻ ആ 8 ആളുകളെയും ഒതുക്കിയിട്ടേ ഉള്ളൂ. അവരൊന്നും സർക്കാർ ഉദ്യോഗം പോലീസ് എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളല്ല. CPMന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ? ആണ്.
ജില്ലാ നേതൃത്വത്തിന്? ജില്ലാ നേതൃത്വത്തിന് അറിയാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടുത്തെ നേതൃത്വം അറിയാം. മൂന്നാറിലെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഇത് വ്യക്തമായി അറിയാം. പിന്നീട് അവർ ഇടപെട്ടല്ലോ, ആശുപത്രിയിൽ പോയി കണ്ടല്ലോ. ആശുപത്രിയിൽ പോയി കണ്ടു. പോലീസ് പറയുന്നത് മുറിവേ ഉള്ളൂ, ചതവേ ഉള്ളൂ എന്ന്. പക്ഷേ അവർ കെട്ടിട്ടിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം മുറിവിനും ചതവിനും മരുന്ന് തൊട്ടാൽ പോരെ. നമ്മൾ അല്ലല്ലോ ഡോക്ടർ, എങ്കിലും അങ്ങനെയുണ്ട്. ബുദ്ധിമുട്ടാണ്. സാഹചര്യത്തിലാണ് മുമ്പ് സൂചിപ്പിച്ചിരുന്നു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, അതിനുശേഷം നോക്കാം. ഇനിയും ഒരു 5-6 അടിയും കൂടി അടിക്കട്ടെ. ഇനിയും ഒരു 5-10 അടിയും കൂടെ അടിച്ച് കുറച്ച് പേരും കൂടി ആശുപത്രിയിൽ പോട്ടെ. കേസും കൂടി ആകട്ടെ, അന്നേരം നോക്കാം. പോണോ വേണ്ടി വരും. ആ ഇന്നലെ അവര് ഈ BJP പ്രവേശനം സംബന്ധിച്ചൊന്നും സംസാരിച്ചില്ല. സംസാരിച്ചു. ഇനിയും ഇതിപ്പോൾ താങ്കൾ ചോദിച്ച പോലെ ഇനിയും എങ്ങനെ പറഞ്ഞു, ഇനിയും നോക്കാം. നമ്മളിവിടെ തന്നെയല്ലേ ജനിച്ചും വളർന്നതും, ഈ ആളുകളുടെ ഇടയ്ക്ക് തന്നെയല്ലേ. തല്ലിയിട്ടാലും വന്ന് നോക്കും 4 പേർ, പരിചയമുള്ള മുഖമല്ലേ എന്ന്. അന്നേരം നോക്കാം, അങ്ങനെ നോക്കാം. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് രാജേന്ദ്രൻ പഠിച്ച പ്രത്യയശാസ്ത്രം വെച്ച് മറ്റൊരു വേറെ ഏതെങ്കിലും ഒരു പാർട്ടി എന്നല്ല BJP-യിലേക്ക് പോകില്ല എന്നാണ് കരുതുന്നത്. അദ്ദേഹം ജില്ലാ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റ് DYFIയുടെ. അപ്പോൾ ദീർഘകാല ബന്ധമുണ്ട്. പ്രത്യയശാസ്ത്രത്തിന് വില കൊടുക്കുന്നവരായിരുന്നു മൂന്നാറിലെങ്കിൽ മുഖ്യമന്ത്രിയും ഗോവിന്ദ മാസ്റ്ററും മണിസഖാവും CV വർഗീസും ജയചന്ദ്രനും പറഞ്ഞതിന് ഇവർ വക വെക്കേണ്ടതായിരുന്നു, വില കൊടുക്കേണ്ടതായിരുന്നു. എനിക്ക് പ്രത്യയശാസ്ത്രവും ശശിക്ക് പ്രത്യയശാസ്ത്രവും ഉണ്ടോ? അവരാണ് അത് കണക്കാക്കേണ്ടത്. ഇതിൽ ആരാണ് പ്രത്യയശാസ്ത്രം, എങ്ങനെയാണ് കാണുന്നത്, കാഴ്ചപ്പാട് എന്താണെന്ന് അവരാണ് കാണേണ്ടത്. പുറത്താക്കണമെന്ന് ഞാൻ ആരെയും ആവശ്യപ്പെട്ടില്ലല്ലോ. പാർട്ടി കമ്മിറ്റിക്കകത്തും അവർ രാജേന്ദ്രനെ കൂട്ടണം, തെരഞ്ഞെടുപ്പിൽ സജീവമാക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നല്ലോ. ഇത് എനിക്ക് അനുകൂലമായ ആളുകളെ കൊണ്ട് വിളിപ്പിക്കുക, എന്നിട്ട് പിന്നെ ഇത് കൂട്ടി തല്ലാനേ, നീ അവൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ അല്ലേ എന്നും പറഞ്ഞ് തല്ലാനാണ്. ഞാൻ അവർ പറഞ്ഞിട്ട് പോയില്ല, ഞാൻ ഫോണിൽ കൂടി മാത്രമേ ഓപ്പറേറ്റ് ചെയ്തുള്ളൂ. പോകുന്ന പോക്കിൻ്റെ പറയടെ മാറ്റിയിടരുത് എന്നൊക്കെ പറയും, അത്രയ്ക്കേ ഉള്ളൂ. ഇവരെന്താണെന്ന് എനിക്കറിയാമല്ലോ. അപ്പം അങ്ങനെ അടിച്ചു ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ അത് ശരിയായി പോവില്ല. അത് അന്നേരം നോക്കാം, അതിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശരി അടിച്ചൊതുക്കുക, പിന്നെ നാട്ടിൽ നിന്ന് ആളെ അത് വളരെ കുറുക്കടാണ്. തമിഴ്നാട്ടിലെ ആളുകളെ തമിഴ്നാട്ടിൽ നിന്ന് ആളെ കൊട്ടേഷൻ സംഘത്തിന് കൊണ്ടുവന്ന് അടിക്കുക. അപ്പോൾ DYSP പറഞ്ഞ വാക്ക് അതാണ്, തമിഴ്നാട്ടുകാരല്ലേ തമ്മിലടിച്ചത് തീർത്തോളൂ എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേരളം ഉദിക്കുന്ന മുമ്പ് ഞങ്ങൾ ഇവിടെ വന്ന ആളുകൾ, ഞങ്ങളുടെ മുമ്പിലുള്ള ആളുകൾ, മുൻഗാമികൾ, അവരുടെ പിൻഗാമികളില്ലേ ഞങ്ങൾ. ഈ ബോധം DYSPക്കില്ലേ എന്ത് ചെയ്യും? ഞാൻ ആരുമായി കോണ്ടാക്ട് ചെയ്തില്ല. ചിലത് സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂടെ നിൽക്കുന്ന ആളുകളും സഹിക്കുക. ഈ പാർട്ടി കൂടിയില്ലേ, അതാണ് പ്രത്യയശാസ്ത്രം. ഈ പാർട്ടിക്കകത്ത് കൂടിയില്ലേ, തള്ളുകൊള്ളുക, കുട്ടികളുടെ കൈ മുറിഞ്ഞാലും ചതവാണേലും ഒടിവാണേലും സഹിക്കുക, ആശുപത്രി പോവുക, കേസ് നടത്തുക, വീട്ടിൽ കയറാതിരിക്കാൻ 108 കിട്ടിയാലും സഹിക്കുക. ഇതാണ്. ഇതൊക്കെ എന്തോരം കാശ് ചിലവാകും എങ്ങനെയൊക്കെ എന്നറിയാവോ? ഇതിനെയാണ് അവർ വന്നത്. പക്ഷേ അവർ പത്രസമ്മേളനം നടത്തിയിരുന്നെങ്കിൽ അത് വേറെ തലത്തിൽ പോയേനെ. ഞാൻ പിന്നെ എന്നെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാണേലും ഇപ്പം നമ്മളല്ലെങ്കിൽ അവർക്കൊരു കുട്ടിയുടെ രാഷ്ട്രീയം ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ, അവരെ തള്ളേണ്ട കാര്യമില്ലല്ലോ.